സംസ്ഥാനത്ത് നടന്ന ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പ് ഉന്നത ഉദ്യോഗസ്ഥർ ഒരുപാട് പേര് ഈ പട്ടികയിൽ ഇടം പിടിച്ചതായി ക്ഷേമ പെൻഷൻ തട്ടിയെടുത്തതായി ശ്രദ്ധയിൽപ്പെട്ടു. അതിൻ്റെ ലിസ്റ്റും എത്രയും പെട്ടെന്ന് തയ്യാറാക്കണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെടുന്നു. ആ ലിസ്റ്റ് തയ്യാറാക്കുന്നു. പക്ഷേ ആ ലിസ്റ്റ് കണ്ടവരൊക്കെ ഞെട്ടുകയും ചെയ്തു. കാരണം എത്ര ഉന്നത സ്ഥാനങ്ങളിൽ ഇരിക്കുന്ന ആളുകളാണ്. അതിനുശേഷം നടപടി എടുക്കാൻ പറഞ്ഞു. പക്ഷേ നടപടി എടുത്തപ്പോൾ ഉന്നത ഉദ്യോഗസ്ഥരെയൊക്കെ സർക്കാർ സംരക്ഷിക്കുന്ന നിലപാടാണ് കണ്ടത്. നടപടി നേരിട്ടവരിൽ ഭൂരിപക്ഷവും സാധാരണക്കാരായ താൽക്കാലിക ജീവനക്കാരുമാണ്. കൂടുതൽ തട്ടിപ്പുകാരുള്ള ആരോഗ്യ വിദ്യാഭ്യാസ വകുപ്പുകളിലും നടപടികളില്ല. രശ്മി കാർത്തികാണ് ഇതിൻ്റെ വിവരങ്ങൾ നമുക്ക് തരുന്നത്. രശ്മി, ഇത് തുടർച്ചയായി ഇതുമായി ബന്ധപ്പെട്ട് നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള ആശങ്കയാണ് നമുക്കുണ്ടായിരുന്നത്. നടപടികൾ ഉണ്ടായി, പക്ഷേ അത് കണ്ണിൽ പൊടിയിടാനുള്ള നടപടികളെന്ന് കരുതാം. കാരണം ഏറ്റവും അധികം ക്ഷേമ പെൻഷനുകൾ തട്ടിയെടുത്തവരിൽ ശ്രദ്ധിക്കപ്പെട്ടത് ഉന്നത സ്ഥാനത്തിരിക്കുന്ന ആളുകളെയായിരുന്നു. പക്ഷെ അവർക്കെതിരെ ഒന്നും നടപടി ഇല്ലാത്ത അവസ്ഥയാണോ? അങ്ങനെ തന്നെയാണ് വീണ. ഈ ക്ഷേമ പെൻഷൻ തട്ടിപ്പിൽ ഉന്നത ഉദ്യോഗസ്ഥരെ പൂർണ്ണമായും സംരക്ഷിക്കുന്ന നിലപാട് തന്നെയാണ് നിലവിൽ ഇപ്പോൾ സർക്കാരിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ക്രൈംബ്രാഞ്ച് അന്വേഷണമൊക്കെ ഉണ്ടാകും. ഇത്തരത്തിൽ തട്ടിയെടുത്ത തുക തിരികെ പിടിക്കും, കർശനമായ നടപടി സ്വീകരിക്കും എന്നുള്ളതായിരുന്നു സർക്കാർ പറഞ്ഞൊരു കാര്യം. ഏതൊരു സംഭവങ്ങളെ പോലെ വലിയ രീതിയിൽ പ്രതിഷേധം ഉണ്ടാകുമ്പോൾ അത് തണുപ്പിക്കുന്നതിന്റെ ഭാഗമായി, അല്ലെങ്കിൽ വലിയ രീതിയിൽ വിമർശനം ഉണ്ടാകുമ്പോൾ അത് തണുപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള അന്വേഷണത്തിന്റെ പ്രഖ്യാപനം എന്നുള്ളതാണ് മനസ്സിലാക്കാൻ കഴിയേണ്ടത്. ഏറ്റവും താഴെത്തട്ടിലുള്ള ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി കൈക്കൊള്ളുകയും എന്നാൽ ഇതിൽ യഥാർത്ഥമായി ഈ ഒരു അനർഹമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റിയ ഉന്നതരായിട്ടുള്ള ഉദ്യോഗസ്ഥരെ പൂർണ്ണമായി സംരക്ഷിക്കുകയും ചെയ്യുന്ന ഒരു നിലപാടാണ് ഇപ്പോൾ നിലവിൽ സർക്കാർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൽ ഏറ്റവും കൂടുതൽ ഇത്തരത്തിൽ പെൻഷൻ അനർഹമായി കൈപ്പറ്റിയിരിക്കുന്നത് ആരോഗ്യ വകുപ്പിലാണ്. മറ്റൊരു വകുപ്പ് വിദ്യാഭ്യാസ വകുപ്പാണ്. പക്ഷേ ഇവരിൽ ആർക്കെതിരെയും യാതൊരു നടപടിയും കൈക്കൊള്ളുന്നില്ല എന്നുള്ളതാണത്. ഒരു പാർട്ടി അനുഭാവികളാണ് ഇവരൊക്കെ എന്ന് തന്നെയാണ് ഇവർക്ക് ഈ സംരക്ഷണം തീർക്കുന്നതിന്റെ പ്രധാനമായ കാരണം. ഇതിൽ മൃഗസംരക്ഷണ വകുപ്പിലെ 72 പേർക്കെതിരെയും ഒപ്പം തന്നെ പൊതുഭരണ വകുപ്പിലെ 6 പേർക്കെതിരെയും നടപടിക്ക് ശുപാർശ ചെയ്തിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം ഇതുമായി ബന്ധപ്പെട്ട് കൃഷി വകുപ്പിലെ 6 പേരെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തിരുന്നു. 1458 സർക്കാർ ജീവനക്കാരാണ് അനധികൃതമായി ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നതായി ഈ അന്വേഷണത്തിൽ കണ്ടെത്തിയിരുന്നത്. ഇതിനകത്ത് ഇപ്പോൾ നടപടി കൈക്കൊണ്ടിരുന്നവരൊക്കെ തന്നെ പാർട്ട് ടൈം ജീവനക്കാരാണ് എന്നതുകൂടി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. ഗസറ്റഡ് ഉദ്യോഗസ്ഥരും കോളേജ് അസിസ്റ്റന്റ് പ്രൊഫസർമാരും ഉൾപ്പെടെ ഹയർ സെക്കൻഡറി അധ്യാപകരും അടക്കം ഈ തട്ടിപ്പിൽ ഉണ്ട്, ഈ പെൻഷൻ തട്ടിപ്പിലുണ്ട്. പക്ഷേ അവർക്കെതിരെയൊക്കെ പൂർണ്ണമായി സംരക്ഷണം ഒരുക്കിക്കൊണ്ട് പാർട്ട് ടൈം ജീവനക്കാർക്കെതിരെ മാത്രം പേരിന് വേണ്ടി മാത്രം ഒരു നടപടി കൈക്കൊള്ളുന്നു. ഇതുമായി ബന്ധപ്പെട്ട് പ്രഖ്യാപിച്ച അന്വേഷണങ്ങളും വെറും പ്രഹസനം മാത്രമായി ഒതുങ്ങുകയാണ്. വീണ. ശരി രശ്മി.